കോഴിക്കോട് മൂഴിക്കലിൽ നെസ്രീനയുടെയും അദ്നാന്റെയും മരണത്തിൽ ദുരൂഹതയേറുന്നു. നെസ്രീനയെ കൊലപ്പെടുത്തിയത് അദ്നാൻ ആണ് എന്നുള്ളത് ഉറപ്പാണ്. CCTV ദൃശ്യങ്ങൾ തെളിഞ്ഞു. അടുക്കള വശത്തുകൂടി വന്ന് മുകളിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളാണ് തെളിഞ്ഞത്. റൂമിൽ പതുങ്ങിയിരുന്നു അദ്നാൻ നെസ്രീനയെ കൊലപ്പെടുത്താനുള്ള കാരണങ്ങളൊക്കെ അറിയാവുന്നതാണ്. അദ്നാന്റെ ദുശ്ശീലങ്ങൾ നെസ്രീന കണ്ടുപിടിക്കുകയും 40,000 രൂപയോളം നെസ്രീനയുടെ വീട്ടിൽ നിന്നും അദ്നാൻ മോഷ്ടിച്ചു. അതുപോലെ മയക്കുമരുന്ന് അദ്നാൻ ഉപയോഗിച്ചിരുന്നു. ഇതെല്ലാം നെസ്രീന കണ്ടുപിടിച്ചു. അദ്നാന് ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾ ഉള്ളത് കൊണ്ടാണ്, കുഞ്ഞുനാളിലെ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കാം അദ്നാനെ നെസ്രീനയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വന്ന് നിൽക്കാൻ പറയുകയും അങ്ങനെ അവിടെ നിന്നതിന് ശേഷം ഇവിടെ നിന്നിട്ടും ഇതുപോലെയുള്ള ശീലങ്ങളൊന്നും മാറിയിട്ടില്ല. ഇവിടെ നിന്ന് വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അനിയത്തി ജ്യേഷ്ഠത്തി മക്കളാണ്, ഒരു സഹോദരനാണ്. ഇതിങ്ങനെ കണ്ടുപിടിക്കുന്നതും നെസ്രീനയാണ് കണ്ടുപിടിക്കുന്നത്. അത് വീട്ടിൽ പറഞ്ഞു. അതിനെ ചൊല്ലി അവിടെ നിരന്തരം വഴക്കായി. അതിൻ്റെ പേരിൽ വീട്ടുകാർ പറയുന്നത് ഇവനെ അവിടെ വരണ്ട എന്ന് പറഞ്ഞു വിലക്കുന്നു. അതിനുശേഷമാണ് വന്നിട്ട് വൈരാഗ്യത്തിൻ്റെ പുറത്ത് നെസ്രീനയാണ് ഇത് പറഞ്ഞത് എന്നുള്ള വൈരാഗ്യത്തിൻ്റെ പുറത്താണ് വന്ന് നെസ്രീനയെ പതുങ്ങിയിരുന്ന് കൊലപ്പെടുത്തുന്നത്. കുറച്ച് നാൾ വരാതിരുന്നിട്ട് പിന്നെ ആ വീട്ടിലേക്ക് ഒളിച്ചും പാത്തും കയറി വരുന്നതാണ് ആ CCTVയിൽ കാണുന്നത്. പിന്നെ അതിൽ ദുരൂഹത എന്ന് പറയുന്നത് നെസ്രീനയെ കൊലപ്പെടുത്തിയത് അദ്നാൻ ആയിരിക്കാം. അതിനുശേഷം പറയുന്നു ഉമ്മുമ്മ താഴെ കിടന്നു. ഉമ്മുമ്മായും നെസ്രീനയുടെ ഉമ്മായും താഴത്തെ നിലയിലും ഈ കുട്ടി മുകളിലത്തെ നിലയിലുമാണ് കിടന്നത്. ഉമ്മുമ്മായെ പോയി കഴുത്തിന് പിടിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ അതൊക്കെ വെറുതെ ആയിരിക്കാം. ഇത് നെസ്രീനയെ ഇവൻ പതുങ്ങിയിരുന്ന് കൊലപ്പെടുത്തിയതിന് ശേഷം സൗണ്ട് കേട്ടുകൊണ്ടായിരിക്കാം ഇവർ മുകളിലോട്ട് വരുമ്പോൾ യവനെ റൂമിനകത്ത് ഇപ്പുറത്തെ റൂമിൽ, ആ മുകളിലത്തെ നിലയിൽ ഇപ്പുറത്തെ റൂമിൽ വലിച്ച് അഴച്ച് കൊണ്ടുപോയി അതിനകത്തിട്ട് പൂട്ടി. പക്ഷേ ഈ സെലോ ടേപ്പ് ഒട്ടിച്ചതൊക്കെ അത് എന്ത് കാരണമാണെന്ന് അറിയാൻ വയ്യ. മൊത്തത്തിൽ വരിഞ്ഞു കെട്ടി പോലീസിനെ വിളിച്ചതിന് ശേഷം പോലീസ് നോക്കുമ്പോഴാണ് ഈ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് മരണപ്പെടുന്നത്. അത് പിന്നെ അങ്ങനെ വരാനുള്ളൊരു വഴിയില്ല. ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് വീട്ടുകാരെ ആർക്കായിരുന്നാലും സംശയം ഉണ്ടാവും. വീട്ടുകാരെ തന്നെയാണ് സംശയം. പിന്നെ ബന്ധുക്കാരൊക്കെ അടുത്തുണ്ടെന്ന് പറയുന്നു. ഇതിങ്ങനെ ഈ മരണം പോലീസ് വന്ന് ഇതിങ്ങനെയൊക്കെയുള്ള വാർത്ത അറിഞ്ഞുകൊണ്ട് അടുത്തുള്ള ബന്ധുക്കാർ വന്നു എന്ന് പറയുന്നു. വന്നതിന് ശേഷമാണോ ഇനി മൊബൈലുകൾ എടുത്ത് കിണറ്റിലിട്ടതെന്ന് അറിയാൻ വയ്യ. നെസ്രീനയുടെ 2 ഫോണും തെളിവ് നശിപ്പിക്കാനായിട്ട് കിണറ്റിൽ എറിഞ്ഞു. അത് വന്ന് ഫോൺ നോക്കിയിട്ട് അവിടെയൊന്നും കണ്ടില്ല. പിന്നെ കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. അതുപോലെ അദ്നാൻ്റെ ഒരു ഫോണ്, ആ അദ്നാൻ സെലോ ടേപ്പൊക്കെ ഒട്ടിച്ച് ആ മരിച്ചു കിടന്ന റൂം ഇന്ന്, അതായത് ഇവർ പൂട്ടിയിട്ടിട്ട് ഈ പെൺകുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഉയിരോടെ പൂട്ടിയിട്ടെന്നാണ് പറയണത്. പിന്നെ വന്ന് നോക്കുമ്പോൾ സെലോ ടേപ്പ് ഒട്ടിച്ച് അത് അദ്നാൻ മരിച്ചു കിടക്കുന്നതായിട്ട് പറയുന്നു. ഇതിലൊക്കെ എന്തോ ദുരൂഹതയുണ്ട്. എന്നിട്ട് അദ്നാൻ്റെ ഒരു ഫോൺ റൂമിൽ നിന്നും പോലീസിന് കിട്ടുകയും അദ്നാൻ്റെ ഒരു ഫോണും നെസ്രീനയുടെ 2 ഫോണും കിണറ്റിൽ എറിഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം പിന്നെ അദ്നാൻ മരിച്ചപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഫോണുകൾ കിണറ്റിൽ വന്നതെന്ന് ഒന്നും അറിയാൻ വയ്യ. എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഇനി വേറെ വല്ല രീതിക്ക് അങ്ങാനും ഇനി അങ്ങനെയാണോ, പലരും പല രീതിക്ക് സംശയിക്കുന്നുണ്ട് ഇവർ 2 പേര്. നെസ്രീനയുടെ പോസ്റ്റ്മോർട്ടത്തിൽ അത് ഉറപ്പായി മരണം അത് അദ്നാൻ തന്നെയാണ് ചെയ്തത്. അദ്നാനും പോസ്റ്റ്മോർട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത് അദ്നാൻ്റെ മരണവും ഇങ്ങനെയാണ് എന്നാണ്. മനഃപൂർവ്വം ഇനി വീട്ടുകാരെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വയം സെലോ ടേപ്പ് പൊട്ടിച്ചോ എന്നറിയാൻ വയ്യ. അത് ചിലപ്പോൾ അറിയായിരിക്കും, പണി കൊടുത്തതായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് ഒന്ന്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മൂഴിക്കലിൽ കൊല്ലപ്പെട്ട നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് മൊബൈൽ ഫോണുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട നസ്രീനയുടെ 2 ഫോണുകളും ജീവനൊടുക്കിയ അദ്നാന്റെ ഫോണുമാണ് കിണറ്റിൽ നിന്നും കണ്ടെടുത്തത്. അദ്നാൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നത്. കൊല നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന അടുത്ത ബന്ധു, ബഹളം കേട്ടയുടൻ വീട്ടിലെത്തിയ 2 ബന്ധുക്കൾ എന്നിവരെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഈ 3 പേരിൽ മൊബൈൽ ഫോണുകൾ കിണറ്റിലിടാൻ കൂടുതൽ സാധ്യതയുള്ള യുവാവിൽ നിന്ന് പ്രാഥമികമായി വിവരങ്ങൾ ചേവായൂർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മൂവരും പൊന്നാനിയിൽ നസ്രീനയുടെ പിതാവിന്റെ വീട്ടിലാണുള്ളത്. ഇവരെ കോഴിക്കോട് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാൻ കൂട്ടുകാരന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. അത് പിന്നെ അദ്നാൻ മരിച്ചു. പിന്നെ ഇതെങ്ങനെ, ആരാണ് ഇത് ചെയ്തത്? നെസ്രീനയുടെ ഫോണിൽ നിന്നാണ്. നെസ്രീന അവിടെ കൊല ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതാണ് തീരുമാനം.
ഇതുകൂടാതെ കൊല്ലപ്പെട്ട നസ്രീനയുടെയും ആത്മഹത്യ ചെയ്ത അദ്നാന്റെയും രക്ഷിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കും. നസ്രീനയുടെ ഫോണിൽ നിന്ന് അദ്നാന്റെ സുഹൃത്തിന് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതായി കണ്ടെത്തി. പുലർച്ചെ 1:30നും 2:00നും ഇടയിൽ അയച്ച സന്ദേശത്തിൽ അദ്നാൻ മരിച്ചുവെന്നറിയിക്കുന്ന ഉള്ളടക്കമുണ്ടെന്നതാണ് കണ്ടെത്തൽ. അദ്നാന്റെ സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്നാന്റെ ശരീരത്തിൽ നിന്നെടുത്ത പാക്കിംഗ് ടേപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ കേസിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കുടുംബക്കാർ ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. ഇവർക്ക് എന്തോ ബിസിനസ് അങ്ങാണ്ടുണ്ട് ഇവര് ഈ നസ്രീനയുടെ കുടുംബത്തിന്. അവരിത്തിരി അത്യാവശ്യം നല്ല ഫാമിലിയാണ്, അത്യാവശ്യമൊക്കെ ജീവിക്കാനുള്ള ഫാമിലിയാണ്, അതുകൊണ്ടാണല്ലോ ബിസിനസ്. ഞാൻ കുഞ്ഞുനാളിലെ മുതലേ ഇവിടെയാണ് നിൽക്കുന്നത്, നസ്രീനയുടെ വീട്ടിൽ കുറച്ച് നാൾ കൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരക്ക് ഈ ബിസിനസ്സിന് അവകാശികൾ ഇനി എവരാണോ, ഇനി എവരായിരിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് നസ്രീനയാണ്. അതുപോലെയുള്ള ഒരു അവകാശം കാണുമല്ലോ, ഒരു അനിയത്തി ചേട്ടത്തി മക്കളല്ലേ. അങ്ങനെ ആയതുകൊണ്ട് കുടുംബക്കാർ ഇത് മനഃപൂർവ്വം തീർത്തതാണോ എന്തോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും അന്വേഷണം നടക്കട്ടെ. സംഘം അദ്നാന്റെ സുഹൃത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. ഫോണുകൾ കിണറ്റിലെറിഞ്ഞത് ബന്ധുക്കളാണ് എന്ന സംശയത്തിലാണ് പോലീസ്. അദ്നാൻ ആത്മഹത്യ ചെയ്ത മുറിയിൽ നിന്നും അദ്നാന്റെ ഒരു ഫോൺ ലഭിച്ചിരുന്നു. പ്രതി തന്നെയാണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് എങ്കിൽ ഈ ഫോണും നശിപ്പിക്കേണ്ടതായിരുന്നു. അദ്നാനെ മുറിക്കകത്ത് പൂട്ടിയിട്ടാണ് ബന്ധുക്കൾ നസ്രീനയുമായി ആശുപത്രിയിലേക്ക് പോയത്. അദ്നാൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്നും മൊബൈൽ ഫോണുകൾ കിണറ്റിലേക്ക് എറിയാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ടുതന്നെ പ്രതി ആത്മഹത്യ ചെയ്തതിനു ശേഷം ഫോണുകൾ എങ്ങനെ കിണറ്റിലെത്തി എന്നതിലാണ് ദുരൂഹത. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും തെളിവ് നശിപ്പിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. പഠന മികവ് കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ചെറുപ്പത്തിലെ മിടുക്കിയായ നസ്രീനയോട് അദ്നാന് നേരത്തെ തന്നെ നീരസമുണ്ടായിരുന്നതായി ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു. ബന്ധുക്കൾ പറയുന്നതാണ് ഇതുപോലെ ഇവള് നല്ലതുപോലെ പഠിക്കണത് കൊണ്ട് അവളടുത്ത് ഇത്തിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ബന്ധുക്കാർ പറയുന്നു. ബന്ധുക്കാർ പറയുന്നതിലും ഇത്തിരി ദുരൂഹത ഉണ്ടാവും. ആ വീട്ടിൽ തന്നെ യവൻ ഈ അകത്ത് കയറുന്ന സമയത്ത് തന്നെ അവിടെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ആ വീട്ടിൽ. പക്ഷെ ഇവൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു വീട്ടുകാർക്ക്. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ട് 40,000 രൂപ മോഷ്ടിച്ചു ഇവന് അല്ലാതെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടായി. ഇതെല്ലാം കണ്ടുപിടിക്കണ ഇവളാണ്. ഇവള് വീട്ടിൽ പറഞ്ഞാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ വാശി ഇവൻ്റെ മനസ്സിൽ കൊണ്ടിട്ട് കിടന്ന് വീട്ടുകാർ അന്നേ അങ്ങ് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. നീ നിന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. പിന്നെ കുറേ നാൾ വരാതിരുന്നിട്ടാണ് ഇതിങ്ങനെ വന്നിട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഇനി ഈ അവകാശികൾ ഇവർ രണ്ടുപേരുമാണോ, ഇനി അത് ബന്ധുക്കാർ ഇനി ആ അവകാശം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ, എന്തൊക്കെയോ ഇനി ഈ ഫോണിൽ നിന്ന് തെളിയിച്ചു. അദ്നാന്റെ ഉമ്മയുടെ പിതാവിന്റെ ബിസിനസ്സിൽ നസ്രീനയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതും അദ്നാന് നസ്രീനയോട് പ്രതികാരമുണ്ടാകാൻ കാരണമായി. ഈ പക കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ അദ്നാനെ ബന്ധുക്കൾ നേരത്തെ മർദ്ദിച്ചിരുന്നതായും ഫോൺ തല്ലി തകർത്തിരുന്നതായും വിവരമുണ്ട്. ഈ വൈരാഗ്യം അദ്നാന്റെ ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മൊബൈൽ പരിശോധനയിൽ പുറത്തുവന്ന സന്ദേശം അദ്നാൻ തന്നെ ചെയ്തതാണോ അതോ അദ്നാന്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കൊലയാളി നടത്തിയ തന്ത്രമാണോ എന്നാണ് സൈബർ സെൽ പരിശോധിക്കുന്നത്. 10 മണിക്കൂർ വീട്ടിൽ കഴിഞ്ഞ അദ്നാന് രക്ഷപ്പെടാൻ എല്ലാ വഴികളും ഉണ്ടായിരുന്നുവെന്നിരിക്കെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിലും വ്യക്തതയില്ല. സംഭവത്തിൽ ദുരൂഹതയേറുന്ന സാഹചര്യത്തിൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്നത് നസ്രീനയാണ്. അപ്പോൾ അതിൻ്റെ വാശിയും അതിനാനുണ്ടായിരുന്നു. അതുപോലെ അവൾ നല്ല പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായ കുട്ടിയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും കൂടെ ചെയ്തു. എന്നാലും ഇത് മൊത്തത്തിലൊരു ദുരൂഹത. ഇത് വീട്ടിലുള്ളവരായിരിക്കാം ഇതിങ്ങനെ ചെയ്തത്, ഫോണെടുത്ത് എറിഞ്ഞത്, സെലോട്ടെ പൊട്ടിച്ചതും വലിയ ദുരൂഹതയാണ്. ഇതിൻ്റെ കറക്റ്റ് ഒരു ന്യൂസ് കാണാനിടയാ. കറക്റ്റ് ന്യൂസ് ഈ ന്യൂസ് ഇത് കറക്റ്റ് പോയിന്റോട് കൂടി പറയുന്നുണ്ട്. ഇതിലുള്ള സത്യാവസ്ഥകളെല്ലാം അതായത് കറക്റ്റ് അത് കേൾക്കാം. പരീക്ഷയ്ക്ക് ശേഷം മെഡിക്കൽ എൻട്രൻസിലുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് പഠിച്ചിരുന്ന ഒരാളാണ് അദ്നാൻ. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ നസ്രീന 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മെഡിക്കൽ എൻട്രൻസിന് പോവാനായിട്ട് ഇരിക്കുമായിരുന്നു. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. മാതാവിന്റെ സഹോദരിയുടെ പുത്രനാണ് ഈ അദ്നാൻ എന്ന് പറയുന്ന കുട്ടി. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ അദ്നാൻ താമസിക്കുന്നത് കുളത്തറയിലാണ്. കുളത്തറയിലെ നിന്ന് ഈ മൂഴിക്കലിലെ വീട്ടിലേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. മുൻപ് തന്നെ അദ്നാന്റെ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ ഈ വീട്ടുകാരൊക്കെ ഇയാളുടെ മനം മാറ്റുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്താറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം വ്യക്തത ഉണ്ടെന്നറിയില്ല.
അദ്നാൻ നിരന്തരമായിട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം എന്ന നിലയ്ക്കാണ് ഈ ഒരു വീട്ടുകാർ ഈ ഒരു ബന്ധുവീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അദ്നാന്റെ വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിട്ടുണ്ട്. ഈ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ VP ഹംസ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ ബാരൽ റിപ്പയറിംഗ് രംഗത്ത് ബിസിനസ് നടത്തുന്ന ഒരു പൊതു രംഗത്തൊക്കെ സജീവമായിട്ടുള്ള VP ഹംസയുടെ കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിലെ കേൾവി കേട്ട കുടുംബമാണ്. അതാണ് ഇവർക്ക് ഇവർ അത്യാവശ്യം നല്ല ജീവിക്കാനൊക്കെ ഉള്ളവരാണ്, നല്ല ബിസിനസ്സൊക്കെ നടത്തി പോകുന്നവരാണ്. അപ്പോൾ ഇവൻ്റെ ദുശീലം കൊണ്ടാണ് ഇവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അനിയത്തിയുടെ മകനാണ് ഈ അദ്നാൻ. അപ്പോൾ ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയും അവിടെ വെച്ചാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത്. കൊണ്ടുവന്ന് നിർത്തിയതേ ആകെ ഇതാണ് പറയണ, ബന്ധുക്കാരെ പോലും ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലം. അത്രയ്ക്കുള്ള പ്രായമല്ലേ ആയുള്ളൂ. ഇത് കേട്ടിടത്തോളം ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എങ്ങനെയാണ് കുടുംബത്തിലുള്ള അത്ര എണ്ണത്തിനെയും തീർത്ത്, സ്നേഹിച്ച പെൺകുട്ടിയെയും തീർത്ത്, അത് അതേപോലെ അവനെ കണ്ടാലും അങ്ങനെ തന്നെ. ഈ അദ്നാനെ കണ്ടാൽ അഫാൻ്റെ അതേ സെയിം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെയാണ് ഇവൻ ചെയ്തത്. ഇവൻ ഇത്ര ക്രൂരനായിട്ടാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. ഇളം തലമുറയിൽപ്പെട്ട 2 പേരാണ് ഈ ദുര്യോഗത്തിന് ഇരയായിരിക്കുന്നത്. ഈ അദ്നാൻ ഈ വീട്ടിലേക്ക് അദ്നാന്റെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഈ VP ഹംസ തന്നെ ഇടപെട്ടാണ് ഈ കുട്ടിയെ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നതും ഇവിടെ നിർത്തി ഇവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കം നോക്കിക്കൊണ്ടിരുന്നതും. അങ്ങനെ അതിനിടയിലാണ് ഈ നസ്രീനയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു സഹോദര ബന്ധം, സഹോദരൻ തമ്മിലുള്ള ഒരു ബന്ധം എന്നതിൽ കുഞ്ഞു മറ്റൊന്നുമില്ല അതിനർത്ഥം. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് വിള്ളൽ വീഴുന്നത് ഈ അദ്നാന്റെ ചില പ്രവൃത്തികളാണ്. അതിലെടുത്തു പറയേണ്ടത്, ഈ വീട്ടിലെ താമസിക്കുന്ന വേളയിൽ അദ്നാൻ ഈ വീട്ടിൽ നിന്ന് ഏകദേശം 40,000-ഓളം രൂപ മോഷ്ടിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ വിഷയം ഇവർ തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ ഇടയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏകദേശം ഡിസംബർ മാസത്തോടുകൂടി അദ്നാനെ വീട്ടിൽ നിന്ന് ഇവർ പറഞ്ഞു വിട്ടു, സ്വന്തം വീട്ടിലേക്ക്, കുളത്തറയിലെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴെല്ലാം തനിക്ക് ഈ ഏറ്റവും വലിയ ശത്രു ഈ നസ്രീന എന്ന് പറയുന്ന മാതാവിന്റെ സഹോദരി പുത്രിയാണ് എന്നൊരു ചിന്ത അതിനാലുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോഴുള്ള കുട്ടികൾക്കിടയിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം വ്യാപകമായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ, മലബാർ മേഖലയിലല്ല, മൊത്തത്തിലുണ്ട്. എവിടെ നോക്കിയാലും, ഏത് ജില്ല നോക്കിയാലും ഇത് തന്നെയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ എല്ലാം ഇത് തന്നെയാണ്. കുട്ടിയിലെ അങ്ങോട്ട് കൊച്ചുകുട്ടിയിലെ സ്കൂളിൽ അങ്ങോട്ട് പോയി ബാഗും തൂക്കി പോകണതൊക്കെ എത്രയോ ഇതായി നശിച്ചു പോകുന്നൊരു സ്കൂളുകളിൽ പോയിട്ട് അവിടെ എത്തിക്കണവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളങ്ങ് നശിച്ചു പോവുകയാണ്. അങ്ങനെയൊക്കെ അടിമയായതായിരിക്കാം. പോരെങ്കിൽ ഈ പണത്തിൻ്റെ അഹങ്കാരം കൂടെ കൊണ്ട് ഇതിങ്ങനെ ആയി തീർന്നതായിരിക്കാം. മുഴുവൻ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം വ്യാപകമാണ്. ഇത് ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നതിന് മുൻപേ ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത് ഡ്രഗ്സിന്റെ കളിയാണ്. അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആയപ്പോൾ ഇവന് സഹോദരി എന്നുള്ള ബോധമില്ലാത്ത രീതിക്ക് ഈ കുട്ടിയോട് ഇനി അങ്ങനെ കാണിച്ചാന്നും അറിയാൻ പറ്റൂല. സഹോദരിയാണെന്നുള്ളൊരു രീതി അങ്ങനെ ആയിരുന്നിട്ടില്ലേ എന്നും അറിയാൻ പറ്റൂല. അതൊക്കെ ആയിരിക്കും ആ ഫോണിൽ. ചിലപ്പോൾ അത് വീട്ടുകാർക്ക് ഇതെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം വീട്ടുകാരവനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ടായിരിക്കാം അവർ തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചത്. അതിനാൽ തന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഈ നസ്രീനയെ കണ്ടുപോകുന്നു. അങ്ങനെ കഴിഞ്ഞ 14-ാം തീയതി ഇയാൾ കൃത്യമായിട്ടുള്ള ആസൂത്രണം, ഈ വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അടക്കം കൈവശപ്പെടുത്തിയാണ് ഇവൻ അങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കഴിഞ്ഞ ഇവൻ എത്രയും നാൾ അവിടെ നിന്നത് കൊണ്ട് ഇവന് കറക്റ്റ് അറിയാം CCTV എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. ആ വീട് ഫുള്ളും CCTV ആണ്. എവിടെയൊക്കെയാണ് CCTV വെച്ചിരിക്കുന്നത്, ഏത് വഴി കയറിയാൽ ഇത് കാണാൻ പറ്റൂല എന്നും ആ CCTV അവൻ തിരിച്ചു വെച്ചു. ശകലം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ബാക്ക് വശത്തൂടി കയറി പോണത്. അവിടെ വിഷുവിൻ്റെ ആഘോഷം നടക്കുകയാണ്. ആഘോഷത്തിൽ നസ്രീനയും വീട്ടുകാരും എല്ലാം ഫ്രണ്ട് വശത്തായിരുന്നു. ഇവൻ ബാക്ക് വശത്തൂടെ കയറിപ്പോയി. ഇവനെല്ലാം അറിയാം. അതാ കള്ളച്ചാവി വരെ നിർമ്മിക്കാൻ പഠിച്ചെങ്കിൽ ഇവൻ പഠിച്ച കള്ളനാണ്. ഇവൻ അഫാന്റെ ഇതാണ്. 4-ാം തീയതി കുളത്തറയിൽ നിന്ന് ഈ അദ്നാൻ നേരെ ഈ മുഴിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നു. ഇതൊരു ഇരുനില വീടാണ്. ഇരുനില വീട്ടിൽ ധാരാളം CCTV ക്യാമറകൾ അടക്കമുള്ളവയുമുണ്ട്. ഇതിനെയൊക്കെ കണ്ണ് വെട്ടിച്ചാണ് അദ്നാൻ ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 8:38 ഈ അദ്നാൻ ഈ പിൻവശത്തെ മതിൽ ചാടി വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയം. ഇതിലെ ക്യാമറകളൊക്കെ തന്റെ ദൃശ്യങ്ങൾ അതിൽ പതിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ
പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം ഒരു ക്യാമറ ഒഴിച്ച് മറ്റൊരു ക്യാമറയിലും ഇയാളുടെ വ്യക്തമായ ദൃശ്യങ്ങളില്ല. ഒരു ക്യാമറയിൽ മാത്രമാണ് ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന ഇയാൾ ഈ വീട്ടിൽ അന്ന് വിഷുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതിനുശേഷം എല്ലാവരും ഉറങ്ങാൻ പോകുന്നത് വരെ കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം വീടിന്റെ മുകൾ നിലയിലെ ഒരു മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നസ്രീനയുടെ മുറിയിലേക്ക് ഇയാൾ കയറി ചെല്ലുന്നു. കയറി ചെന്നതിന് ശേഷം ഇയാൾ ഈ പെൺകുട്ടിയുടെ ആ റൂമിനകത്തുണ്ടായിരുന്ന ലെഗിങ്സ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ ശ്വാസം മുട്ടിക്കുന്നു, കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിക്കുന്നു. ഇതിലുണ്ടായ സഫോക്കേഷനാണ് ഈ പെൺകുട്ടിയുടെ മരണകാരണം. ഇതിനിടയിൽ തന്നെ ഈ വീട്ടിലൊരു കള്ളം കയറി എന്നൊരു സംശയം വീട്ടുകാർക്കിടയിൽ രൂപപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേൾക്കുന്നു. അതോടെ ഈ വീട്ടുകാർ തന്നെ ശബ്ദം വെച്ച് ആളെ കൂട്ടുന്നു. അതോടൊപ്പം തന്നെ വീടിന്റെ മുകൾ നിലയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നു. അങ്ങനെയാണ് മുകൾ നിലയിലെത്തിയ വീട്ടിന്റെ അടുത്ത് ബന്ധുക്കാരുണ്ടായിരുന്നു. ഈ സൗണ്ട് കേട്ടുകൊണ്ട് ആ ബന്ധുക്കാർ ഓടി വന്നു. എന്നിട്ട് താഴെ കിടന്ന കുട്ടിയുടെ ഉമ്മുമ്മായും അതുപോലെ ഉമ്മായോ ആരും അങ്ങോട്ട് ഉണ്ടായിരുന്നു. അവർ മുകളിലത്തെ നിലയിൽ അങ്ങനെയാണ് എത്തണത്. അതിന് പറഞ്ഞത് താഴെ യവൻ ഇറങ്ങി വന്ന് ഉമ്മുമ്മാരെ കഴുത്തിന് പിടിച്ചു. ഉമ്മുമ്മ അങ്ങനെ യവനെ പൊക്കിയെടുത്ത് മണ്ടയിൽ കൊണ്ടുപോയിട്ട് റൂമിലിട്ട് പൂട്ടേണ് ചെയ്ത്. ഇത് അങ്ങനെയൊന്നും അല്ല സംഭവം. ഇതാണ് കറക്റ്റ് പറയുന്നുണ്ട് ഇതിൽ. എത്തുമ്പോൾ കണ്ട കാഴ്ച ഈ മുകൾ നിലയിലെ ഒരു മുറിയിൽ ഈ നസ്രീന അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മുറിയിൽ ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ ഈ പറയപ്പെടുന്ന അദ്നാനുമുണ്ട്. അങ്ങനെ ഈ നസ്രീനെ ഇവർ നേരെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ അപ്പോഴും മരിച്ചില്ലായിരുന്നു, ആ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അവൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിന്നിട്ട് ആ മൂലയിൽ സൗണ്ട് കേട്ട് ആ റൂമിൽ ചെന്നപ്പോൾ യവൻ മൂലയിൽ പതുങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. തന്നെ ഈ മുറിയിൽ കണ്ട അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ കാണപ്പെട്ട അദ്നാനെ മറ്റൊരു മുറിയിൽ ഇതേ നിലയിലെ രണ്ടാം നിലയിലെ മറ്റൊരു മുറിയിലിട്ട് പൂട്ടിയതിനു ശേഷമാണ് ഇവർ പോകുന്നത്. ഈ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ ഈ വിവരം കൈമാറുകയും ചെയ്തു. അങ്ങനെ പോലീസ് എത്തി ഈ വീടിന്റെ മുകൾ നിലയിലേക്ക് എത്തി ഈ അദ്നാനെ പൂട്ടിയിട്ടു എന്ന് പറയപ്പെടുന്ന മുറിക്ക് മുന്നിലെത്തുമ്പോൾ മുറി അകത്ത് നിന്ന് പൂട്ടിയ നിലയിലാണ്. ഇവർ പുറത്തുനിന്ന് കുറ്റിയിട്ടതിന് ശേഷം ഇവനെ അകത്തിട്ടതിന് ശേഷമാണ് പോയിരിക്കുന്നത്. എന്നാൽ അകത്ത് നിന്ന് പൂട്ടിയെങ്കിൽ പിന്നെ വെളിയിലൊരാള് സെലോ ടേപ്പ് ഒട്ടിക്കാൻ സാധ്യതയില്ല. ഇവര് റൂമിലിട്ട് യവനെ വലിച്ചഴച്ച് പൂട്ടുമ്പോൾ എന്നിട്ട് ഈ പെൺകുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഇപ്പോഴൊന്നും ഇവന്റെ മുഖത്തോ അങ്ങനെയൊന്നും സെലോ ടേപ്പ് ഇല്ല എന്നൊക്കെയാണ് വീട്ടുകാർ വിശദീകരിച്ചത്. അപ്പോൾ പിന്നെ ഇവ സ്വയം ചെയ്ത് വീട്ടുകാർക്ക് പണി കൊടുത്തതാണോ? ഇനി നസ്രീനയെ എന്തായാലും ഉള്ള ജീവൻ പോയി. അപ്പോൾ പിന്നെ അബോധാവസ്ഥയിലായ നസ്രീനയാണ് കൊണ്ടുപോകുന്ന വീട്ടുകാർ. യവനെ റൂമിലിട്ട് വെളിയിൽ നിന്ന് പൂട്ടി. അപ്പോൾ പിന്നെയാണ് അവർ വീട്ടുകാർ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് വന്നപ്പോൾ അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ യവൻ ഫുള്ള് സെലോ ടേപ്പിൽ ചുറ്റി നിൽക്കുന്നു. വീട്ടുകാർ ചെയ്തതാണെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തതാണോ? അദ്നാൻ ഈ മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നു. അങ്ങനെ പോലീസ് ഈ കതക് പൊളിച്ച് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഈ തലയ്ക്ക് ചുറ്റും ഈ സെല്ലോ ടേപ്പ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ പാക്കിംഗ് ടേപ്പുകളാണ്, കൂടുതൽ പശിമയുള്ള ഒരു ടേപ്പാണ്. ഈ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ശരീരമാസകലം ഈ തലയ്ക്ക് ചുറ്റിനും ഈ മൂക്കും വായും അടക്കമുള്ള അവ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ടേപ്പ് ഉപയോഗിച്ച് ബന്ധിച്ച നിലയിൽ ഇവൻ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഇവൻ മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് സെൽഫ് സഫോക്കേഷൻ. സ്വന്തമായിട്ട് ഇത്തരം ഒരു ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടി സ്വയം ആത്മഹത്യ ചെയ്തു. ഈ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്നാൻ സ്വയം ആത്മഹത്യ ചെയ്തു. ഇതിൽ പല വൈരുദ്ധ്യങ്ങളും ഈ ഒരു കേസിൽ ഉണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ, തന്റെ കുടുംബത്തിൽ തന്നെ തന്റെ മാതാവിന്റെ സഹോദരി പുത്രിയെ കൊലപ്പെടുത്താൻ മാത്രം ഉണ്ടായ വൈരാഗ്യം. ഈ വീട്ടിലെ കേവലം ആ പണം മോഷ്ടിച്ചത് ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞു, അല്ലെങ്കിൽ തന്റെ ലഹരി ഉപയോഗത്തെ പറ്റി വീട്ടുകാർക്ക് അറിവ് കൊടുത്തു, അല്ലെങ്കിൽ അദ്നാന്റെ ഫോണിൽ ഈ വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ആക്സസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ പെൺകുട്ടി ഇടപെട്ടാണ് അതിൽ നിന്ന് മാറ്റിയത്. അതടക്കമുള്ള വൈരാഗ്യം, ഈ കേവലം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്ര വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കുമോ എന്നൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്നാൻ കാണപ്പെട്ട ഒരു സാഹചര്യം, ഒരു മനുഷ്യനെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. തൂങ്ങി മരിക്കാം, വിഷം കഴിക്കാം. എന്നാൽ അത്തരം ഒരു മാർഗത്തിനെല്ലാം അപ്പുറം ഈ സ്വന്തമായിട്ടൊരു ടേപ്പ് മുഖത്തിന് ചുറ്റും ഒട്ടിച്ച് സ്വയം ശ്വാസം മുട്ടി മരിച്ചു എന്ന് പറയുന്നതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ഇത് കാണുന്ന കേൾക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടാവുന്ന വസ്തുതയാണ്. കാരണം നമ്മളെന്തായാലും നമുക്ക് ഇവൻ ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്തതായിരിക്കും, വീട്ടുകാരെ കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം. അവരുടെ അടുത്ത് എന്തായാലും നസ്രീന തീർന്നല്ലോ, അപ്പൊ പിന്നെ അവരുടെ അടുത്ത് ഇവരൊക്കെ ആണല്ലോ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ഇത് കൊണ്ടായിരിക്കും അതിങ്ങനെ കാണിച്ചത്. അല്ലെങ്കിൽ മൂക്കും വായും അടക്കം ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു
ടേപ്പ് ചുറ്റുമ്പോൾ തീർച്ചയായിട്ടും ശ്വാസം മുട്ടും. ഈ ശ്വാസം മുട്ടുമ്പോൾ ആ മരണവെപ്രാളത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരായാലും ശ്രമിക്കും. അത്തരം ഒരു രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം കഠിനമായ ദൃഢമായിട്ടുള്ള ഒരു പശയാണ് ഈ സെല്ലോ ടേപ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപക്ഷെ മരണവെപ്രാളത്തിൽ ഇത് റിമൂവ് ചെയ്യാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാതെ പോയത്. എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. ഇതിൽ പെൺകുട്ടിയുടെ മരണകാരണം ശ്വാസം മുട്ടിയതാണ്, അദ്നാന്റെ കാരണവും ശ്വാസം മുട്ടിയതാണ്. ഇത് അദ്നാൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടക്കുന്നു. ഈ ഒരു ഫോൺ ഇപ്പോൾ നടക്കുന്ന ക്രൈമുകളിൽ മൊബൈൽ ഫോൺ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെടുക്കാനും വേണ്ടി പോലീസ് കഠിനമായിട്ട് പരിശ്രമം നടത്തി വന്നിരുന്നു. അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ഈ നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഏകദേശം 3 ഫോണുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിൽ അദ്നാൻ മരിക്കുന്ന വേളയിൽ, അദ്നാൻ ആത്മഹത്യ ചെയ്യുന്ന വേളയിൽ ഇയാളുടെ കൈവശം ഒരു കീപാഡ് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇയാളുടെ വാട്സാപ്പ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളുള്ള ഒരു ഫോൺ ഈ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നസ്രീനയുടെ 2 ഫോണുകൾ, പ്രധാനപ്പെട്ട അദ്നാന്റെ ഫോൺ കിണറ്റിൽ ഇട്ടു. എല്ലാ തെളിവുകളും അതിനകത്തുള്ള ഫോൺ കിണറ്റിൽ ഇട്ട് നശിപ്പിക്കാൻ ഒരുങ്ങി നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ആരാണ് ഈ 2 പേരും അകത്തുള്ളപ്പോൾ ആരാണ് ഈ ഫോൺ കൊണ്ടുവന്ന് കിണറ്റിലിട്ടത് എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. കാരണം ഈ നസ്രീനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഫോൺ കൊണ്ടുവന്ന് ഈ അദ്നാൻ കിണറ്റിലിടാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ മനഃപൂർവ്വം ആരെങ്കിലും ഈ കേസന്വേഷണം വഴിതിരിച്ചു വിടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഈ കിണറ്റിൽ കൊണ്ട് ഇട്ടതാണോ എന്നത് തീർച്ചയായിട്ടും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സംശയം തോന്നാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള വ്യക്തത, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കൂടാതെ തന്നെ ഈ വെസ്റ്റ് മൂഴിക്കലിലെ ഈ വീട്ടിൽ നിന്ന് അദ്നാൻ താമസിക്കുന്ന ഈ കുളത്തറയിലെ വീട്ടിലേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 15 കിലോമീറ്റർ ഇയാൾ നടന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇത്ര ദൂരം നടന്നാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ കൃത്യത്തിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും ബോധ്യപ്പെട്ടേക്കും. എന്തായാലും ഇതിന്റെ പിന്നിൽ ആർക്കൊക്കെയോ പങ്കുണ്ട്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ ഒരു കോഴിക്കോട് നിന്ന് ഇപ്പൊ പുറത്തു വന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. നമുക്കൊരു ബന്ധം, എത്ര വലിയ ബന്ധമാണെങ്കിലും ഒരു അതിര് വിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. കാരണം ഓരോരുത്തർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് എത്ര ബന്ധുക്കാരെ ആയിരുന്നാലും അങ്ങനെ അടുപ്പിച്ചിപ്പോ ഒരു വീട്ടില് അത്രയ്ക്കും അങ്ങ് അടുപ്പിച്ച് നിർത്താൻ പറ്റൂല. അവരെ മനസ്സിൽ എന്താണ്, അവർക്ക് എന്താണ് വാശി, വൈരാഗ്യം എന്നൊന്നും അറിയാൻ പറ്റൂല. എന്തായാലും ഇത് ഇവനെ കണ്ടിട്ട്, ഈ അദ്നാനെ കണ്ടിട്ട് അഫാന്റെ അതേ ഇത് തന്നെ, സെയിം തന്നെ, അതേ സൈക്കോ ക്രിമിനൽ എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെയാണ്. കണ്ടാൽ നമുക്ക് ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, അനിയനെയും ചേട്ടനെയും പോലെ തോന്നും അദ്നാനെയും അഫാനെയും കണ്ടാൽ. പോലീസ് ഇത് കണ്ടുപിടിക്കട്ടെ. മൊബൈൽ കിണറ്റിൽ നിന്ന് കിട്ടിയതിന് ശേഷം വീണ്ടും നസ്രീനയുടെ കുടുംബക്കാരെയൊക്കെ, നസ്രീനയുടെ വാപ്പാരെ വീട്ടിലായിരുന്നു, അവരെ എല്ലാവരെയും വീണ്ടും തിരിച്ച് ഇങ്ങോട്ടത്തേക്ക് പോലീസ് വിളിച്ചിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിടുമോ എന്നൊന്നും അറിയാൻ വയ്യ. ഇത് വഴിതിരിച്ചു വിടാനുള്ള ലക്ഷണമായിരുന്നു. കുടുംബക്കാർ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത് ഉറപ്പുണ്ട്. ആ വീട്ടിലുള്ളവർക്ക് എന്തായാലും കറക്റ്റ് അറിയാം എന്താണ് സംഭവിച്ചത്. ചിലപ്പോൾ അവരായിരിക്കാം മൊബൈൽ എടുത്തെറിഞ്ഞത്, ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം.